അർഹതയുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അവകാശപ്പെട്ടത് നമ്മെ തേടിയെത്തും. എത്ര വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ ഉള്ളതെങ്കിലും അതിനെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക. ഒന്നും മാത്രം ഓർക്കുക, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിലപ്പോൾ ചിലരിൽ ചിരി പടർത്തിയേക്കാം. എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാവരുത്. ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു വിഷയത്തോടുള്ള പ്രതികരണം മൂലമാണ് നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നത്. അതിനാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് വളരെയധികം ചിന്തിച്ച് തീരുമാനിക്കുക. നമ്മുടെ പ്രവൃത്തികളെ ആരും മൂല്യം കൽപ്പിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. ജയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല, എന്നാൽ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മികച്ചത് തന്നെ ചെയ്യുക. തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. അനുകമ്പ ഉള്ളവരായിരിക്കുക. മറ്റുള്ളവരുടെ വേദനകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുവാൻ എപ്പോഴും തയ്യാറാവുക. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വേദനകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടി വരും. മനസ്സ് ശുദ്ധമായിരിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഇതാണ് എല്ലാ ആരാധനയുടെയും അടിസ്ഥാനം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരും. നിങ്ങൾ ദുർബലനാണെന്ന് സ്വയം വിചാരിച്ചാൽ ദുർബലനായിത്തീരും. മറിച്ച് കരുത്തനാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ കരുത്തനായിത്തീരും. നിങ്ങൾ വെച്ചിരിക്കുന്ന അതേ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരുമായി സംസാരിക്കുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകാനും അവർക്ക് കഴിയും. ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച വിധത്തിൽ ലക്ഷ്യത്തിനെത്താൻ കഴിയുന്നില്ലെങ്കിൽ സ്വയം പഴിക്കരുത്. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗി ഇല്ലാത്തതായി ഒന്നുമില്ല ഈ ലോകത്ത്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം. മുഖം നോക്കാതെ മറുപടി പറയാൻ കഴിയണം. ഇത് രണ്ടും സാധിക്കാത്തവർ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഒരുപാട് പ്രയാസപ്പെടും. ഏറ്റവും ശക്തമായ ജീവികളോ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളോ അല്ല അതിജീവിക്കുന്നത്, മറിച്ച് മാറ്റങ്ങളോട് ഏറ്റവും അധികം ഇണങ്ങിച്ചേരുന്നവയാണ്. എത്ര തവണ പരാജയപ്പെട്ടാലും പിന്നെയും പിന്നെയും പരിശ്രമിക്കുന്നവനും മനസ്സിൽ പരാജയം സമ്മതിക്കാത്തവനുമാണ് യഥാർത്ഥ വിജയി. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല.